തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് തമിഴ്നാട്ടിൽ തിരുനെൽവേലി, കോയമ്പത്തൂർ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗങ്ങൾ നടക്കുക. മധുര, കന്യാകുമാരി മണ്ഡലങ്ങളിലാണ് അമിത്ഷായുടെ റോഡ് ഷോയും പൊതുപരിപാടികളും. അനീഷ് കെ ശിവദാസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. അനീഷ്, അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് തമിഴ്നാട്ടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നത്. എന്തായാലും ഒരുക്കങ്ങൾ എവിടെ വരെ ആയിട്ടുണ്ട്? എപ്പോഴായിരിക്കും ഈ നേതാക്കൾ എത്തിച്ചേരുന്നത്? ഒപ്പം പ്രചാരണ പരിപാടികൾ എങ്ങനെ? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി അമിത്ഷായും തമിഴ്നാട്ടിലെത്തുക. രാഹുൽ ഗാന്ധിക്ക് രണ്ട് സ്ഥലത്താണ് പരിപാടികളുള്ളത്. ഒന്ന് തിരുനെൽവേലിയിലും കോയമ്പത്തൂരും. വൈകിട്ട് 4 മണിക്കാണ് തിരുനെൽവേലിയിൽ പൊതുറാലിയിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് കോയമ്പത്തൂരിൽ മുഖ്യമന്ത്രി DMK സ്റ്റാലിനോടൊപ്പം അദ്ദേഹം വേദി പങ്കിടും. പ്രധാനമായും കോയമ്പത്തൂർ, പൊള്ളാച്ചി, തിരുപ്പൂർ, നീലഗിരി, ഈറോഡ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും രാഹുൽ ഗാന്ധിക്കൊപ്പം പൊതുറാലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. മധുര, കന്യാകുമാരി മണ്ഡലങ്ങളിലാണ് ഇത്തവണ അമിത്ഷായ്ക്ക് പരിപാടികളുള്ളത്. റോഡ് ഷോയും ഒപ്പം പൊതുപരിപാടിയുമുണ്ട്. അതിനുശേഷം അദ്ദേഹം മധുരയിലെ ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതായും വിവരമുണ്ട്. ഏതായാലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് BJP നേതാക്കൾ കൂടുതലായി എത്തുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അമിത്ഷായും അതിൻ്റെ തുടർച്ചയെന്നോണം തമിഴ്നാട്ടിലേക്ക് എത്തുന്നു. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തമിഴ്നാട്ടിലേക്ക് എത്തുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് തേടാൻ രാഹുൽ ഗാന്ധിയും എത്തുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിനുശേഷമായിരിക്കും അദ്ദേഹം തമിഴ്നാട്ടിലെ സന്ദർശനം പൂർത്തിയാക്കി കേരളത്തിലേക്ക് എത്തുക. ഏതായാലും വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് തമിഴ്നാട് കടക്കുന്നത്. ഈ മാസം ഏപ്രിൽ 19-നാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലെത്തുക. 39 മണ്ഡലങ്ങളിലേക്കും ഒറ്റത്തവണയാണ് വോട്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ പരമാവധി നേതാക്കളെ തമിഴ്നാട്ടിലെത്തിച്ച് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് DMKയും BJPയും ഒപ്പം അണ്ണാ DMKയും. ശരിയാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ തമിഴ്നാട്ടിൽ എത്തിച്ച് പ്രചാരണം നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.